സിനിമാക്കാരെ സംബന്ധിച്ചിടത്തോളം നീ എന്നും പെണ്ണ് തന്നെയാണ്, നിനക്ക് ഇതൊക്കെ തന്നെ ഉള്ളൂ, ഞങ്ങൾക്ക് എങ്ങനെ പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ പുല്ല് പോലെ എടുത്ത് കളയും. ഇത് തന്നെയാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. അല്ല, ഞങ്ങളെ ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങളെ സംരക്ഷിക്കുന്നത് വലിയ വലിയ ആൾക്കാരാണ്. അപ്പം എന്നെ പോലെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇവർക്ക് അഗെയിൻസ്റ്റ് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇപ്പൊ പോലും നിങ്ങൾ നോക്കിക്കോളൂ, മാധ്യമം ഇപ്പം ഹരിത ആദ്യം ചോദിച്ച ക്വസ്റ്റ്യനിലേക്കാണ് വരുന്നത്. മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ മൊത്തം സാന്ദ്ര തോമസ് പുറത്ത്, എന്റെ വേർഷൻ അവിടെ ഇല്ല, എന്റെ വേർഷൻ ഇല്ല. മുഴുവൻ പ്രൊഡ്യൂസേഴ്സ്, അതായത് ഈ അടുത്ത കാലത്ത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ അഡ്മിഷൻ എടുത്ത സാന്ദ്ര തോമസ് പുറത്ത്. ഈ അടുത്ത കാലത്തെന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള ജനങ്ങൾക്ക് മുഴുവൻ അറിയാം, 2012 മുതൽ ഞാൻ ഇവിടെ സിനിമ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗമായിട്ടുള്ള ഒരാളായിരുന്നു 2012 മുതൽ 2016 വരെ. അതിനുശേഷമാണ് ഞാനൊരു ബ്രേക്ക് എടുത്ത് മാറുന്നതും ഞാൻ വീണ്ടും തിരിച്ചു വന്നു. ഞാൻ ഇതിന്റെ 2 പടം എടുത്തെങ്കിൽ മാത്രമേ അസോസിയേഷന്റെ ഭാഗമാവുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ട് 2 പടം എടുത്തതിന് ശേഷം ഞാൻ മെമ്പർഷിപ്പ് എടുത്തു. അപ്പൊ അതുകൊണ്ട് എന്നെ ഇന്നലെ വന്ന ഒരാളായിട്ട് കണക്കാക്കാൻ പറ്റുമോ? ഞാൻ എത്ര വർഷങ്ങളായിട്ട് ഇവിടെ സിനിമ ചെയ്യുന്ന ഒരാളാണ്, അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഈ പത്രങ്ങളിലും പറയുന്ന പൊതുമാധ്യമങ്ങളിലും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന, അതായത് ഭർത്താവുമായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ വന്ന് ഭക്ഷണം കഴിച്ചു പോയ ഒരാൾ, എനിക്ക് എന്ത് ഗൂഢാലോചനയാണ് ഇവർക്ക് അഗേൻസ്റ്റ് ചെയ്യാനായിട്ട്? എനിക്ക് എന്ത് നേട്ടമുണ്ട്? ഞാൻ ഒരിക്കലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എഗെയിൻസ്റ്റ് അല്ല, ഞാൻ ചില വ്യക്തികൾക്ക് എഗെയിൻസ്റ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. എന്നോട് മോശമായി പെരുമാറിയ വ്യക്തികൾ, എനിക്ക് ആ വ്യക്തികളോടും എനിക്ക് പേഴ്സണൽ വൈരാഗ്യമില്ല. അവർ കാണിച്ച പ്രവൃത്തി തെറ്റാണ്, അതവർ തിരിച്ചറിയണം, അത്രേ ഉള്ളൂ. കാണിച്ച പ്രവൃത്തി ഇനി വേറൊരാളോടും കാണിക്കരുത്. അത് ഞാൻ ബലിയാടായാലും കുഴപ്പമില്ല. ചിലപ്പം ചില മാറ്റങ്ങൾ, വലിയ ഷിഫ്റ്റുകൾ, വലിയ മാറ്റങ്ങൾ ഒക്കെ സംഭവിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ബലിയാടാവാം. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എത്രയോ പേര് രക്തസാക്ഷികളായേക്കുന്നു. അപ്പോൾ അതിന് ഞാൻ തയ്യാറാണ്. അത് ആയാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എനിക്ക് ആത്മാഭിമാനം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. കാര്യം എന്നെ ഇൻസൾട്ട് ചെയ്ത, എന്നെ മോശക്കാരിയാക്കിയ ആൾക്കാരുടെ മുന്നിൽ തന്നെ വന്നിട്ട് ചേട്ടാ എന്ന് വിളിക്കാൻ ഞാൻ തയ്യാറല്ല. അവരവിടെ ഇരിക്കാൻ യോഗ്യരല്ല. അവരവിടുന്ന് രാജിവെച്ച് പിന്മാറുക തന്നെ വേണം. ഇപ്പോൾ ഈ ഒരു കേസ് കൊടുത്തില്ലേ, വ്യക്തിപരമായി ഉണ്ടായ മോശം അനുഭവത്തിന്റെ പേരിൽ കേസ് കൊടുത്തതിന് ശേഷം സംഘടനയുടെ ഭാഗത്തുനിന്ന് പിന്നെ എന്തെങ്കിലും ഇതുവരെ ഇന്നലെ വരെ പിന്നെ എന്തെങ്കിലും ചർച്ച ഉണ്ടായിരുന്നോ? എന്നെ ലിസ്റ്റിൻ വിളിക്കുന്നുണ്ടായിരുന്നു, എന്നെ ലിസ്റ്റിൻ നിരന്തരം ഫോൺ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പം ലിസ്റ്റിൻ എന്നോട് ചോദിച്ചു, നമുക്ക് ഇരുന്ന് കൊടുത്തതിന് ശേഷമാണ് എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയുന്നത്, നമുക്ക് ഇരുന്ന് പരിഹരിക്കാം, നമുക്കൊന്ന് എല്ലാവർക്കും കൂടി ഇരിക്കാം. എല്ലാവർക്കും കൂടെ എന്നല്ല, ആൻഡോ ജോസഫും രാകേഷുമായിട്ട് ഒന്നിരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് അവരോട് ഇരിക്കാൻ താല്പര്യമില്ല, ഞാൻ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അത് നിങ്ങൾ ഇപ്പോഴല്ലല്ലോ ആലോചിക്കേണ്ടത്, നിങ്ങളത് നേരത്തെ ആലോചിക്കേണ്ട കാര്യമായിരുന്നു. അത് ഒരു മാപ്പെങ്കിലും അവർ പറയണ്ടേ, ശരി ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി, അത് പറയാൻ അവർ തയ്യാറല്ല. നീ അനുഭവിച്ചോ എന്നുള്ള രീതിയിലാണ്. ഇതിങ്ങനെയൊക്കെ തന്നെ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഞങ്ങൾ പെണ്ണുങ്ങളോട് മോശമായിട്ട് പെരുമാറും, അപ്പോൾ അതൊക്കെ കണ്ട് ഇവിടെ വന്നാൽ മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ അത് സമ്മതിച്ചു കൊടുക്കാനായിട്ട് പറ്റില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു തരത്തിലും പല രീതിയിലുള്ള സമ്മർദ്ദം എനിക്കുണ്ടായി, കേസ് പിൻവലിക്കാനും അതെല്ലാം. ഞാൻ പറഞ്ഞു, ഞാൻ മുന്നോട്ട് പോകും. നിങ്ങൾ എന്നെ ഒരു സിനിമ ചെയ്യാൻ ഡെസ്പറേറ്റ് ആയിട്ട് നടക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ എന്നെ കാണരുത്. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് സിനിമയിൽ അഭിനയിക്കാനാണ്. ഇപ്പം അപ്പം അവർ പറഞ്ഞു നടക്കുന്നത് എന്താണ്, ഇതൊക്കെ വെറുതെയാണ്, സാൻഡ്ര മീഡിയ ഫ്രണ്ട്സിയാണ്, അതിനുവേണ്ടി വെറുതെ ഓരോന്ന് മീഡിയ കയറി പറയാൻ. എനിക്ക് ഫേമസ് ആവാനും എനിക്ക് ഇതാവാനാണ്, എനിക്ക് സിനിമയിൽ അഭിനയിച്ചാൽ പോരെ. ഞാനത് ചെയ്താണ്. ഞാൻ മറ്റു സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണല്ലോ, എനിക്ക് ഈസി ആയിട്ട് എൻ്റെ പടത്തിൽ അഭിനയിക്കാമല്ലോ. ഞാനത് ചെയ്യുന്നില്ലല്ലോ. എന്നെ അഭിനയിക്കാൻ എത്ര പേര് വിളിക്കുന്നു, ഞാൻ ചെയ്യുന്നില്ല എന്നല്ലേ പറയുന്നത്. അതെന്താ, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, താല്പര്യം അതല്ല. ഞാനത് വ്യക്തമാക്കിയിട്ടുണ്ട്. എനിക്ക് പ്രൊഡക്ഷനാണ്, ഞാനൊരു നിർമ്മാതാവാണ്, ഞാനൊരു ആക്ടറായിട്ടല്ല, ഞാനൊരു നിർമ്മാതാവായിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നതും അങ്ങനെ തന്നെയാണ് നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നതും. ഇതിപ്പോ ഒരു സ്വതന്ത്ര സംഘടനയായിരിക്കുമെങ്കിലും ഈ ഒരു വിഷയത്തിലുണ്ടല്ലോ, ഈ നിലപാടിൽ അതിൽ മറ്റു പല ഇൻഫ്ലുവൻസും ഉണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടോ? ആരുടെ നിലപാട്? ഇപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ മാത്രം ഒരു നിലപാടല്ല ഈ പുറത്താക്കൽ, അതിന് ബാഹ്യ ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട്. അവർക്ക് ആ ശക്തി ഇല്ലാതെ, അവർക്ക് ആ ബാഹ്യ ശക്തികളുടെ ശക്തി ഇല്ലാതെ ഇങ്ങനെ പറയാനുള്ള ധൈര്യം വരുമോ? ഒരിക്കലുമില്ല. ഇങ്ങനൊരു അതായത് പരാതി കൊടുത്ത ഒരാളെ തന്നെ അവിടുന്ന് പുറത്താക്കുക എന്ന് പറയുന്നൊരു, അതൊരു
വല്ലാത്ത ഡിസിഷനാണ്. ആ ഡിസിഷൻ എടുത്താൽ അതിനകത്ത് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് ബാഹ്യ ശക്തികളുടെ ശക്തമായ പിന്തുണയുള്ളത് കൊണ്ടാണ്, അതിനെ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പം എത്ര നാൾ ഈ ബാഹ്യശക്തികൾക്ക് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? അത് ഇവരുടെ കയ്യിൽ നിന്ന് അവർക്ക് ഈ സപ്പോർട്ട് കിട്ടുന്നിടത്തോളം കാലം അവരാണല്ലോ ഇത് കൺട്രോൾ ചെയ്യുന്നത്. ആ കൺട്രോൾ ഇവരുടെ കയ്യിൽ നിന്ന് പോകുന്നിടത്തോളം കാലമേ അവർക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ കാലത്തും എല്ലാവരുടെ കയ്യിലും അധികാരവും ഈ കള്ളത്തരങ്ങളും ഒന്നും സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇത് പുറത്തേക്ക് വരും, ഇത് എക്സ്പോസ്ഡ് ആവുക തന്നെ ചെയ്യും. ഇന്നിപ്പം ഞാനൊരു വിസിൽ ബ്ലോവറായി, നാളെ വേറൊരാൾ വരുമായിരിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഇതുപോലെ മുമ്പ് നമ്മൾ പരിഹസിച്ചിരുന്ന പലരെയും സാധാരണക്കാർ ഇവരന്ന് പറഞ്ഞത് ഇതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞൊരു ചർച്ച ഞാൻ കണ്ടു. ഇത് വേറൊരു കാര്യമുണ്ട്, ഈ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പിന്നീട് ഇതിനെയൊന്നും അംഗീകരിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് പോകാനുള്ളൊരു ടൈമും എനർജിയും പൈസയും എല്ലാം പോയി കഴിഞ്ഞിട്ട്, ഇപ്പോൾ തിലകൻ ചേട്ടൻ മരിച്ചു പോയി, ഇനി അത് കഴിഞ്ഞിട്ട് പുള്ളി പറഞ്ഞതെല്ലാം ശരിയായിരുന്നു പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പുള്ളിയുടെ സുവർണകാലം പോയി. പുള്ളിക്ക് ആ സമയത്ത് എല്ലാമായിട്ട് പോയി. പുള്ളിക്കുണ്ടായ മാനസികവ്യതയും എല്ലാമാണല്ലോ ഒരാളുടെ മരണത്തിലേക്ക് എത്തിക്കുന്നത്. ഇപ്പൊ വിനയൻ സാറിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പുള്ളിയുടെ ഒരു സുവർണ കാലഘട്ടം മുഴുവൻ പോയി. പുള്ളി ഫൈറ്റ് ബാക്ക് ചെയ്തു. എന്നാൽ പോലും പുള്ളിയുടെ ഏറ്റവും നല്ലൊരു പീക്ക് പീരീഡിൽ നിന്നാണ് പുള്ളി പുറത്താക്കപ്പെടുന്നത്. അത് പുള്ളിക്ക് പിന്നീട് എത്ര സിനിമകൾ ചെയ്യാൻ പറ്റി? അത് ഫൈറ്റർ ആണെന്ന് പറയാൻ മാത്രമേ, ഫൈറ്റർ എന്ന് പറഞ്ഞ് മാത്രമേ ആയതുകൊണ്ടായോ? നമുക്ക് ഫിനാൻഷ്യലി ഗുണമില്ലാതെ എന്ത് ഫൈറ്ററായിട്ട് എന്താ കാര്യം? സമാധാനം വേണ്ടേ? കിടന്നുറങ്ങാൻ നേരം സമാധാനത്തോടെ കിടക്കാൻ പറ്റണ്ടേ? ഈ അച്ചടക്കലംഘനത്തിനാണ് പുറത്താക്കുന്നത്. അപ്പൊ അവർക്ക് ബാധ്യതയില്ലേ? എന്താണ് അച്ചടക്കലംഘനം എന്ന് നിങ്ങളോട് വിശദീകരിക്കാൻ? അത് ഞാൻ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അതവര് ഉത്തരവില്ല, അവർക്ക് ഉത്തരവില്ല. എന്നോട് ചോദിച്ചതിന് ഞാൻ കൃത്യമായ മറുപടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവരോട് ചോദിച്ചതിനൊന്നും അവർക്ക് ഉത്തരവില്ല. അവരോട് ചോദിച്ചതിന് ചോദ്യങ്ങളെ അവർക്കുള്ളൂ. അല്ലെങ്കിൽ പുറത്താക്കുക. ഞങ്ങളോട് ഇതൊന്നും ചോദിക്കണ്ട, ഞങ്ങൾക്ക് ആൻസർ ചെയ്യാൻ അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം, ആദ്യം ഒരു സംഘടനയുടെയൊക്കെ നേതാവായി ഇരുത്തുമ്പോൾ അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരെയെങ്കിലും ഇരുത്തണം. അതൊന്നുമില്ലാത്ത ആൾക്കാരെ കയറ്റി സംഘടനാ നേതാക്കന്മാരായിട്ട് ഇരുത്തുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഇമ്പൾസീവായിട്ടുള്ള ഡിസിഷൻസ് എടുക്കും. മനസ്സിലായോ? ഇത് അവർ ചെയ്തത് എനിക്കറിയില്ല അവരെന്തിനാണ് ഇങ്ങനൊരു ഇതൊരു ബുദ്ധിപരമായ നീക്കമായിട്ട് തോന്നിയോ? ഇതൊരു സാധാരണ ബുദ്ധിയിൽ ആലോചിച്ചാൽ പോലും ഇപ്പൊ അവർക്ക് എനിക്കറിയില്ല അവരെന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഉള്ള ഈ ബാഹ്യശക്തികളുടെ സപ്പോർട്ട് കൊണ്ടാണോ ഇത്രയും ഇങ്ങനൊരു ബോൾഡ് ഡിസിഷൻ എടുത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ 1.5 വർഷം മുമ്പ് നല്ല നിലാവുള്ള രാത്രിയുടെ സമയത്ത് സംസാരിക്കുമ്പോൾ ഫീമെയിൽ പ്രൊഡ്യൂസേഴ്സുമായിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞാൽ ആരുമായിട്ടും പ്രത്യേകിച്ച് കണക്ഷൻ ഇല്ല, കാരണം മീറ്റിങ്ങുകൾക്കൊന്നും ഇവർ വരാറില്ല, കാണാറുമില്ല എന്നുള്ള. ഇപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഒരാളുണ്ട് എങ്കിൽ പോലും. അതെ, ഈ കഴിഞ്ഞ വർഷത്തെ ഇതിലാണ് വരുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ അതില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ ഇതിലൊന്നും പെടാത്തതാണെങ്കിലും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലുള്ള ഫീമെയിൽ പ്രൊഡ്യൂസേഴ്സിന്റെ ആരെങ്കിലും സപ്പോർട്ട് ഒരു വിളിയോ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം ഷീല കുര്യൻ പബ്ലിക്കായിട്ട് പുറത്തേക്ക് വന്നല്ലോ, രണ്ടുപേരുടെയും പേര് പുറത്തേക്ക് വന്നല്ലോ. ഇത് കൂടാതെ മറ്റ് ഫീമെയിൽ പ്രൊഡ്യൂസേഴ്സ് നമ്മൾ വിളിച്ച് സപ്പോർട്ട് അറിയിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ എല്ലാ പിന്തുണയും കൂടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ പുറത്തേക്ക് വരാത്തതിന്റെ റീസൺ ഞാൻ പറഞ്ഞില്ലേ, അതുകൊണ്ട് മറ്റ് വനിതാ നിർമ്മാതാക്കൾ തീർച്ചയായിട്ടും വിളിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ ഈ ചില സമയങ്ങളിൽ സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളിലെ ഏറ്റവും ശത്രു എന്ന് പറയുന്നത് പോലെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ അമ്മയുടെ പത്രസമ്മേളനത്തിൽ ജോമോൾ എടുത്തൊരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതെന്താണോ അതുപോലെ തന്നെയാണ് ഇപ്പം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലിരിക്കുന്ന സ്ത്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ പറയുന്ന ട്യൂണിനനുസരിച്ച് ഡാൻസ് കളിക്കുന്ന ഒരാൾ മാത്രമാണ്, അല്ലെങ്കിൽ അതനുസരിച്ച് പാട്ട് പാടുന്ന ഒരാൾ മാത്രമാണ്. അപ്പം എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ, അതിനകത്ത് എന്ത് പറയാനായിട്ടാണ്. ഞാൻ എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവരെന്നെ പേഴ്സണലി വിളിച്ച് ഫോണിൽ പറഞ്ഞു, അയ്യോ സാൻഡ്ര എനിക്കിത് എന്താണ്, ഞാനും ഓർത്തു എന്തിനാണ് സാൻഡ്രനെ അവിടെ കൊണ്ടുവന്നിരുത്തി ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തതെന്നൊക്കെ ഞാനും ഓർത്തു എന്ന് ഫോണിൽ കൂടെ പേഴ്സണലി പറഞ്ഞിട്ട് എന്താ കാര്യം?